കർത്താവേ, സ്തോത്രത്തോടെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. കണ്ണീരിലും അങ്ങേ കാരുണ്യം തേടുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിനു സ്തുതി. പ്രിയരേ, നമ്മളീ ലോകത്തിൽ ഇനി കാണില്ല. പ്രിയരേ, നമ്മളീ ലോകത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. ചേരാൻ പ്രിയരേ കാണാം അവിടെ. ഇപ്പോൾ കാണാം അവിടെ. നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ ദൈവനാമകീർത്തനം പാടാൻ. നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ ദൈവനാമകീർത്തനം പാടാൻ. പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതു മനസാലുപേക്ഷിച്ച്. പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതുമേ പിന്നിൽ മനസാലുപേക്ഷിച്ച്. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ, പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ.
സ്നേഹിച്ചു. എൻ കുറവുകളേതുമേ സഹിച്ചു. ഞാൻ മൂലം നിങ്ങൾ നൊന്തതോർക്കുന്നു. പ്രിയരേ, ഇനി മാപ്പു നൽകണേ. ഞാൻ മൂലം നിങ്ങൾ നൊന്തതോർക്കുന്നു. പ്രിയരേ, ഇനി മാപ്പു നൽകണേ. പ്രിയമോടെന്നെ ഓർക്കൂ. പ്രിയരേ, പ്രിയമോടെന്നെ ഓർക്കൂ. പ്രിയരേ, പിന്നെയാവട്ടെ എന്നുള്ളിൽ കരുതി പുറമേ കാട്ടാതെ സ്നേഹം മൂടിവെച്ചു. പിന്നെയാവട്ടെ എന്നുള്ളിൽ കരുതി പുറമേ കാട്ടാതെ സ്നേഹം മൂടിവെച്ചു. നേരം പോയി ഇനിയൊന്നും നൽകുവാനാവില്ല. പകരം എരിവോടെ പ്രാർത്ഥിക്കാം. നേരം പോയി ഇനിയൊന്നും നൽകുവാനാവില്ല. പകരം എരിവോടെ പ്രാർത്ഥിക്കാം. പ്രിയമോടെന്നെ ഓർക്കൂ. പ്രിയരേ, പ്രിയമോടെന്നെ ഓർക്കൂ. പ്രിയരേ, രോഗിയായി ഞാൻ നൊന്ത നേരങ്ങളിൽ എന്നെ കാണുവാൻ വന്ന സ്നേഹിതരേ, രോഗിയായി ഞാൻ നൊന്ത നേര
ഓർത്തു പ്രാർത്ഥിക്കും. എന്നെയോർത്തങ്ങു നൊന്തു പ്രാർത്ഥിച്ച ബന്ധുക്കളെ എല്ലാം ഞാനോർത്തു പ്രാർത്ഥിക്കും. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ, പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. ഇന്നോളമീ വീടിനുള്ളിൽ നമ്മൾ ഏകമാനസരായി സ്നേഹിച്ചില്ലേ? ഇന്നോളമീ വീടിനുള്ളിൽ നമ്മൾ ഏകമാനസരായി സ്നേഹിച്ചില്ലേ? ഒന്നിച്ചു പ്രാർത്ഥിച്ചും ഉണ്ടുമുറങ്ങിയും ജീവിച്ചില്ലേ? പ്രിയരേ, ഇനി ഞാൻ യാത്രയായിടട്ടെ. ഒന്നിച്ചു പ്രാർത്ഥിച്ചും ഉണ്ടുമുറങ്ങിയും ജീവിച്ചില്ലേ? പ്രിയരേ, ഇനി ഞാൻ യാത്രയായിടട്ടെ. പ്രിയമോടെന്നെ ഓർത്തിടണമേ, പ്രിയമോടെന്നെ ഓർത്തിടണമേ. ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ, ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ, യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. ചേരാൻ പ്രിയരേ കാണാം അവിടെ. പ്രിയമോടെന്നെ ഓർത്തിടണമേ. കർത്താവേ, ഞങ്ങളുടെ ആയുസ് 70 വർഷമാണല്ലോ, ഏറിയാൽ 80 വർഷമുണ്ടാകും. അതിൽ വലിയൊരു ഭാഗം അധ്വാനവും സങ്കടവുമായി കഴിയുന്നു. ഹൃദയവിജ്ഞാനം പ്രാപിക്കുവാനായി
ഞങ്ങളുടെ ആയുസ്സിന്റെ ഹ്രസ്വത ഞങ്ങൾക്ക് മനസ്സിലാക്കി തരേണമേ. മനുഷ്യന്റെ ജീവിതകാലം ഉൾക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് തഴച്ചു വളരുന്നു. കാറ്റടിക്കുമ്പോൾ അത് പോയി പോകുന്നു, അതിന്റെ സ്ഥാനം പിന്നെ ഒരിക്കലും ആരും അറിയുന്നുമില്ല. നിത്യത തന്നിൽ പോകുന്നു ഞാൻ, നിത്യനാം നാഥന്റെ അരികിലേക്കായി. നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ. എന്നെയും കാത്ത് വഴി കണ്ണുമായി എൻ താതനവിടെ കാത്തിരിപ്പു. പോകട്ടെ ഞാൻ എൻ്റെ വീട്ടിലമോദമായി, പറയല്ലേ പ്രിയരേ അരുതേയെന്ന്. തടയല്ലേ ആരും മിഴിനീരിനാലെന്നെ, തിരികെ വരാനെന്നെ വിളിച്ചിടല്ലേ. തമസിൻ്റെ കാലം കഴിയുമീ നേരം, തേജസ്സിൻ മുഖമിന്നു കാണുന്നിതാ. നേരമാകുമ്പോൾ നിങ്ങളും വരണം, താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം. നേരമാകുമ്പോൾ നിങ്ങളും വരണം, താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ ലളിതാശ്രയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരാ, എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയോടന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ലവരുത്തോലം ഭാഗേ ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾക്ക് ഉദ്ധാനം രക്ഷയുയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായസ്വം. അവരാധകീർത്തനങ്ങൾ പാടും, മൃതനാമരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ സോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ബാവാപുത്രൻ റൂഹായേ, മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദ്യം മുതലേക്ക് ആമേൻ. തെളിവായി എന്നുടെ നാഥാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമേൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ.
പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നിന്റെ പാപങ്ങൾ പുറത്തിരിക്കുന്നുവെന്ന് പാപിനിയോട് അരുളി ചെയ്ത് അവളെ ആനന്ദിപ്പിച്ച കർത്താവേ, പാപപങ്കിലമായ ലോക ജീവിതത്തിന് ശേഷം സമാധാനത്തോടുകൂടെ യാത്ര പുറപ്പെടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മരണശേഷം മഹത്തായ പുനരുത്ഥാനത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. നിന്റെ പരിപാലനത്തെ നിരന്തരം പുകഴ്ത്തുവാനായി ഞങ്ങളെ നിന്റെ സന്നിധിയിൽ ചേർക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരാ, യോവാറാസിന്റെ പുത്രിയെ ഉയർപ്പിച്ച് അയാളെ ആനന്ദിപ്പിച്ച കർത്താവെ, പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന നിന്റെ ദാസരെയും ആശ്വസിപ്പിക്കണമേ. അവരെ നിരാശരാക്കാതെ ഉത്ഥാനത്തിന്റെ പ്രതീക്ഷയാൽ ധൈര്യപ്പെടുത്തണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരാ, അസ്ഥിരമല്ലോ ഭുവനമതിലെ ജഡികാസകലം നീർപ്പോളകൾ പോൽ എല്ലാം മാഞ്ഞടിയുന്നു. അസ്ഥിരമല്ലോ ഭുവനമതിലെ ജഡികാശകലം നീർപ്പോളകൾ പോൽ എല്ലാം മാഞ്ഞടിയുന്നു. ഇന്നലെയുള്ളോരിന്നിവിടില്ല, ഇനി വരികില്ല. യാത്രക്കാരാ, മുന്നിലതാ നിൻ കബറിടമല്ലോ. അസ്ഥിരമല്ലോ ഭുവനമതിലെ ജഡികാശകളും നീർപ്പോളകൾ പോലെല്ലാം മാഞ്ഞടിയുന്നു. പറുദീസ ഞാൻ കണ്ടൊരു ദിനമൻ ഭാവന തന്നിൽ എത്ര വിശിഷ്ടം സുഖസമ്പുഷ്ടം ദർശന സുഭഗം. അസ്ഥിരമല്ലോ ഭുവനമതിലെ ജഡികാശകളും നീർപ്പോളകൾ പോലെല്ലാം മാഞ്ഞടിയുന്നു. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഏർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, കർത്താവേ, ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവേ, ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുനരയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ, നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഏൽപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആസനമർപ്പിച്ച കർത്താവേ, ആ ശബ്ദമഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരാ, കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരാ, കർത്താവേ, അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായേ, നിന്റെ സ്ലീവായുടെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും
സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറിടങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം കരുണയുള്ള കർത്താവേ, നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധിനാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ല വരത്തോലം ഭാഗേ ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾക്കുദ്ധാനം രക്ഷയുയരം നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. കീർത്തനങ്ങൾ പാടും മൃതരാമരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴി അങ്ങേ സുതരാണവരെന്ന് ഓർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ ശൂന്യതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. താരണനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ബാബാപുത്രൻ റൂഹായേ, മൃതനാമിന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. തിരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാവൻ പാപങ്ങൾ നിരയായി വിധിക്കല്ലേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ വായിച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മകനീയമായ നിന്റെ തൃത്വത്തിനെതിരെ ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുദൃഢനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഉന്നത നിർവനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. വിജയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്കും പൊങ്ങി മുഴങ്ങും കാഹളനാദം ഉചിതമല്ലോ. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. അന്ത്യവഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയെങ്കിൽ ചേർക്കണമീശോ. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു.
മരിച്ചവരെ ഏൽപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ. പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാവമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. പ്രതീക്ഷ കൊണ്ട് വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ, നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. വിഷയം അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഏൽപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ സമീപിച്ച കർത്താവേ, അശബ്ദമാനിയുമായ നീതി ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങളെ പൊറുക്കുന്നവനും കണ്ടുനടഞ്ഞവൻ നീതിമാനുമായ വിധികർത്താവിൽ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കുന്നു. കർത്താവെ, മരിച്ചവരെ കരുണാപുരം ചെയ്യിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണം പറഞ്ഞവരെ മറുപടി കൂടി ഏർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കാലത്തിന്റെയും നാഥനും ദൈവമായ മിശിഹായെ നിന്റെ പുരുഷടയാളത്തോടും ദൈവമാരുടെ ആമ്പരിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാകുകയും സർവരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ രക്ഷകരായി പകർന്നുയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന രക്ഷാകരമായ ദിവസത്തിൽ നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തേക്ക് ഞങ്ങളെ ഈ സഹോദരനെ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മിൽ നിന്നും വേർപിരിഞ്ഞ പ്രിയപ്പെട്ട ചാക്കോച്ചായൻ്റെ സംസ്കാര ശുശ്രൂഷകൾ നമ്മളിപ്പോൾ ഇവിടെ ആരംഭിക്കുകയാണ്. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനാപൂർവ്വം ഇത്തരക്രമങ്ങൾ പങ്കുചേരാം. ഈ പ്രിയപ്പെട്ട പിതാവിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമ്മൾ ഈ പിതാവിൻ്റെ വേർപാടുകൾക്കെതിരായിരിക്കുന്ന കുടുംബാംഗങ്ങളുടെ വേദനകൾ പങ്കുചേരുകയും ഈ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഭവനത്തിലുള്ള ശുശ്രൂഷകൾക്ക് ബഹുമാനപ്പെട്ട അറേക്കളവച്ചൻ നേതൃത്വം നൽകുന്നതാണ്. അനുദപിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ തൃത്വത്തിന്റെ അതിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യജീവിതം പൽക്കൊടിക്ക് മരിച്ചവരെ അർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും.
മനുഷ്യജീവിതം ബലിക്കടിക്കുന്നതിലുമാകുന്നു മരിച്ചവരെ ഏൽപ്പിക്കുന്നവരെ നിന്റെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ സമാധാനത്തോടുകൂടെ. മണ്ണിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടിച്ചവനുമായ സന്താനങ്ങളെ ഉത്ഥാനം വഴി നിവേദിക്കുന്നതിനുമായ കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെ ഭൂമിയുടെയും രാജാവും ജീവന്റെയും മണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. അർപ്പിക്കുന്നവരെ നിന്റെ നാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. ക്ഷീണം കൂട്ടുന്നു. കർത്താവേ, നീയല്ലാതെ ആരെനിക്ക് ആശ്രയം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. ഏൽപ്പിക്കുന്നവരെ നിന്റെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ സമാധാനത്തോടുകൂടെ. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നിർഭനാം മിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസന് വരമിന്നരുളേണം. ആശ്രയമഖിലമടയ്ക്കുന്നു മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജന് ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും. മധ്യത പുണരുന്നു, ക്ഷേമുള്ളോരക്ഷേനാകും. മധ്യതയേവം സകലേശൻ നിരനാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദിമുതൽ എന്നേക്കുമാമേൻ. മഹിമയുടന്തിമവിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിവൃത്തനമേ. നല്ലവരത്തോലം പാകെ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരരെ, പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് ലേഖനം കർത്താവേ ആശീർവദിക്കണമേ. സഹോദരനെ ഗ്രഹിക്കട്ടെ. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കണം ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോട് കൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവാകുന്നതിനാകുമ്പോൾ ജീവിച്ചിരുന്നവർ മരിച്ചെടുക്കുമ്പോൾ കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ അത് ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിർപ്പിനായി അവരോടുകൂടി മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നെ കർത്താവിനോടുകൂടി ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ.
നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന ആ സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മളെല്ലാവരും ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുള്ളവരാണ്. ദീർഘദൂര യാത്ര ചെയ്യുവാനായിട്ട് പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ചില ആളുകൾ ഇങ്ങനെ അസ്വസ്ഥരായിട്ട് ഓടി നടക്കുന്നതായി കാണാം. മറ്റു ചിലർ അവിടെ സ്വസ്ഥമായിട്ട് ബെഞ്ചുകളിലൊക്കെ ഇരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അസ്വസ്ഥരായി നടക്കുന്ന ആളുകൾ റിസർവേഷൻ ഇല്ലാത്ത ആളുകളാണെന്നുള്ള കാര്യം ഉറപ്പാണ്. TTA എവിടെയുണ്ട് എന്ന് കണ്ട് അദ്ദേഹത്തെ കണ്ട് എങ്ങനെയെങ്കിലും ഒരു ടിക്കറ്റ് തരപ്പെടുത്തുവാൻ കഴിയുമോ എന്നുള്ള അന്വേഷണവുമായി നടക്കുകയാണ് അവർ. എന്നാൽ റിസർവേഷൻ ഉള്ള ആളുകൾക്ക് അങ്ങനെയുള്ള അങ്കലാപ്പില്ല. ശാന്തമായി അവരിയ്ക്കാൻ ട്രെയിൻ വരുന്ന സമയം കാത്ത് ഇരിക്കുന്നതായി നാം കാണുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് പറഞ്ഞു പോകുന്ന ഈ ചാക്കോച്ചായൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നാം ചിന്തിക്കുമ്പോൾ വളരെ ശാന്തതയോടെ ജീവിതത്തിൽ ജീവിച്ച ഒരു മനുഷ്യനായിട്ടാണ് നമുക്ക് അദ്ദേഹത്തെ കാണാൻ സാധിക്കുക. വാർദ്ധക്യത്തിലെത്തിയപ്പോഴും ഒന്നിനെക്കുറിച്ചും ആഗ്രഹങ്ങളും ഉത്കണ്ഠകളും ഇല്ലാതെ സ്വർഗത്തിലുള്ള തൻ്റെ സീറ്റ് റിസർവ് ചെയ്തിട്ട് ഇവിടെ ശാന്തമായി സമയം കാത്ത് ഇരിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് എപ്പോഴും അദ്ദേഹത്തെ കാണുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഒത്തിരിയേറെ സവിശേഷതയുള്ള ഒരു വ്യക്തിത്വമായിട്ടാണ് ചാക്കോച്ചാനെ നമുക്ക് എല്ലാവർക്കും പരിചയമായിട്ടുള്ളത്. കൂടുതൽ അടുത്തറിഞ്ഞറിഞ്ഞിട്ടുള്ളവർക്ക് അതിനെ കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുറപ്പാണെങ്കിൽ ഞാൻ കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള മക്കളിൽ നിന്നും മറ്റു പലരിൽ നിന്നും കേൾക്കുവാൻ സാധിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചില സവിശേഷതകൾ ഒന്ന് ചൂണ്ടിക്കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം എല്ലാം ഒരു സഹോദരങ്ങളെ ഒത്തിരിയേറെ സ്നേഹിച്ച ഒരു വ്യക്തിയാണ് എന്ന് പറയാൻ സാധിക്കും. സഹോദര സ്നേഹത്തിന് വലിയ മുൻതൂക്കം കൊടുത്തിരുന്ന ആളാണ്. 10 മക്കളുള്ള ഒരു കുടുംബത്തിലെ അംഗം, ഒരു 3ാമത്തെ അംഗമായിരുന്നു ചാക്കോച്ചാൻ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്കറിയാം, കൂടുതൽ മക്കളുള്ള കുടുംബങ്ങളിൽ മുതിർന്ന മക്കളുടെ ഉത്തരവാദിത്തമാണ് താഴെയുള്ള കുട്ടികളെ വളർത്തിക്കൊണ്ടുവരിക, അവർക്ക് ആവശ്യമായ എല്ലാം കൊടുക്കുക. കാരണം മാതാപിതാക്കൾക്ക് എല്ലാ കാര്യങ്ങളും ഒരുപോലെ, എല്ലാവരും ഒരുപോലെ ശ്രദ്ധിക്കുവാനും വേണ്ട കാര്യം ചെയ്തു കൊടുക്കുവാനും ഒന്നും സാധിക്കില്ല. ഇന്നത്തെ തലമുറയ്ക്ക് വളരെ അപരിചിതമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എല്ലാവരെയും നോക്കി ശുശ്രൂഷിച്ച വന്നതിൽ വളരെയധികം താല്പര്യം കാണിച്ചിരുന്ന ആ വ്യക്തിയാണ് ചാക്കോച്ചാൻ, സംശയമില്ല. മാത്രമല്ല ഈ 10 മക്കളുടെ അമ്മ വളരെ നേരത്തെ തന്നെ ഈ ലോകത്തോടെ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് പിതാവിനോടൊപ്പം മറ്റു മക്കളെയെല്ലാം നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടി മുതിർന്ന ആളുകൾ എന്ന നിലയിലുള്ള ആളുകൾ തീർച്ചയായിട്ടും ഒത്തിരിയേറെ ത്യാഗപൂർവ്വം സഹകരിക്കേണ്ടതായിരുന്നു. അപ്പോൾ അതെല്ലാം വളരെയധികം താല്പര്യത്തോടെയും ഉത്സാഹത്തോടും കൂടി അദ്ദേഹം ചെയ്തിരുന്നു എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം ഒരു എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിരുന്നു. വടക്കേ ഇന്ത്യയിലും മറ്റ് പല സ്ഥലങ്ങളിലുമൊക്കെ ആയിട്ടാണ് ജീവിച്ചിരുന്നത്. സ്വാഭാവികമായിട്ടും സാധാരണ ഇന്നത്തെ നാട്ടുനടപ്പനുസരിച്ച് എവിടെയെങ്കിലും പട്ടണങ്ങളിൽ ഒരു വീട് വാങ്ങി അവിടെ താമസിച്ച് സുഖമായി താമസിക്കുക എന്നുള്ളതാണ് സാധാരണ നമ്മൾ കണ്ടുവരുന്നത്. എന്നാൽ ചാക്കോച്ചാനെ വ്യത്യസ്തമായിട്ട് തീരുമാനമെടുത്ത് തൻ്റെ സഹോദരങ്ങളോടൊപ്പം നാട്ടിൽ തന്നെ ആയിരിക്കണം എന്നുള്ള തീരുമാനത്തോടുകൂടി മറ്റ് കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഈ നാട്ടിൽ വന്ന് ഈ സഹോദരങ്ങളോടൊപ്പം ഇവിടെ തന്നെ ഈ ചെമ്പക്കുളത്ത് തന്നെ താമസിക്കുവാൻ നിശ്ചയിക്കുകയായിരുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളോടുള്ള ഒരു വലിയ
താല്പര്യം കൊണ്ട് തന്നെയാണെന്ന് യാതൊരു സംശയമില്ല. മാത്രമല്ല സഹോദരൻ തമാശാനുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സൗഹൃദം നാട്ടുകാർക്ക് എല്ലാവർക്കും പരിചയമാണ്. ഒരു ദിവസം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാത്ത ദിവസങ്ങളുണ്ടാവുകയില്ല. ഒരു ദിവസം ചാക്കോച്ചാൻ തോമാച്ചാൻ്റെ വീട്ടിൽ പോയാൽ തോമാച്ചാൻ തീർച്ചയായിട്ടും പിറ്റേ ദിവസം വീട്ടിലേക്ക് വരും. അങ്ങനെ മണിക്കൂറുകൾ അവർ ഒന്നിച്ചിരുന്ന് വർത്തമാനം പറയും, സംസാരിക്കുകയും ചെയ്യും. ഈ സംസാരത്തിൻ്റെ കാര്യങ്ങളാണ് പലപ്പോഴും നമ്മൾ ഒന്നിച്ചു കൂടുമ്പോൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നാട്ടിലെ വിശേഷങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള അയൽവാസികളുടെ മറ്റുള്ള ആളുകളുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ നമ്മൾ സാധാരണ സംഭാഷണത്തിൽ കടന്നു വരുന്നതാണ്. പക്ഷേ ഇവരുടെ സംഭാഷണത്തിൽ എപ്പോഴും ദൈവിക കാര്യങ്ങളും ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെയാണെന്നാണ് ആളുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ അവരുടെ വലിയ സവിശേഷത ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന നല്ല മാതൃകാപരമായിട്ടുള്ള ഒരു ജീവൻ നയിക്കുന്ന വ്യക്തിയായിരുന്നു ചാക്കോച്ചായൻ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നമുക്ക് എല്ലാവരും മനസ്സിലാക്കാൻ സാധിക്കും. അത് മറ്റു കുടുംബാംഗങ്ങളൊക്കെ അദ്ദേഹത്തിന് മറ്റ് സഹോദരങ്ങളോടെല്ലാം വലിയൊരു സ്നേഹവും വാത്സല്യവും എന്ന് കാണിച്ചു. പ്രത്യേകിച്ച് നമ്മുടെ 3 സിസ്റ്റേഴ്സ് ഈ ഭവനത്തിൽ അദ്ദേഹത്തിൻ്റെ സഹോദരിമാരായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അവർ 3 പേരോട് പ്രത്യേക താല്പര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും ഞാൻ വന്നതിന് ശേഷം പലപ്പോഴും സിസ്റ്റേഴ്സ് 3-4 മാസം കൂടുമ്പോഴെങ്കിലുമൊക്കെ അവർ ഇവിടെ വരുന്ന മുകുളത്ത് ഇവിടെ വന്ന് ചാക്കോച്ചായനെയും മറ്റ് സഹോദരങ്ങളെല്ലാം കാണുവാനായിട്ട് വരികയും പലപ്പോഴും പള്ളിയിൽ വരികയും പള്ളിയിൽ വെച്ച് ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു കുടുംബം അവർ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ ഒരു സന്തോഷപ്രദമായിട്ടുള്ള ഒരു സ്വീകരണം ലഭിക്കുന്നു, ഒരു സ്നേഹം ലഭിക്കുന്ന സാഹചര്യത്തിലാണ് തീർച്ചയായിട്ടും മറ്റുള്ള ആളുകളൊക്കെ ഇവിടെ കുടുംബങ്ങളിലേക്ക് വരിക. തീർച്ചയായിട്ടും അത് അനുഭവിച്ചറിഞ്ഞവരാണ് ഈ സിസ്റ്റേഴ്സ് എന്ന കാര്യം സംശയം. മറ്റുള്ള കുടുംബാംഗങ്ങളെല്ലാം അതേ അനുഭവമുള്ള ആളുകൾ. അപ്പോൾ തീർച്ചയായിട്ടും സഹോദരങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്ത് അവരെല്ലാം സ്നേഹിച്ച് കരുതലോടെ കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തിയാണ് ചാക്കോച്ചായൻ, യാതൊരു സംശയം. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തെക്കുറിച്ചുള്ള ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, ഒരു പ്രാർത്ഥനയുടെ മനുഷ്യനായിട്ടാണ് അദ്ദേഹത്തെ കാണുവാൻ സാധിച്ചിട്ടുള്ളത്. എപ്പോഴും ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്ന ഒരു ശീലം, എപ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും പുറത്തായിരിക്കുമ്പോഴും കുടുംബ പ്രാർത്ഥന, വിശുദ്ധ കുർബാന മാത്രമല്ല അല്ലാതെ സമയങ്ങളിൽ ധാരാളം പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. മറ്റുള്ളവരെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്ന വ്യക്തി കൂടിയായിരുന്നു. എത്രയും ദയാളമാതാവേ, വിശ്വാസ പ്രമാണം, ഇങ്ങനെയുള്ള ഒരു 33 പ്രാവശ്യം ചെല്ലുന്നതിൻ്റെ ശക്തി, വലിയ കൃപ എത്രമാത്രം ഉണ്ടെന്ന് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുകയും അദ്ദേഹം അത് ചെല്ലുകയും മറ്റുള്ളവർ മക്കളെയും മറ്റുള്ള ആരുമായിട്ട് പരിചയപ്പെടുന്നവർക്കൊക്കെ അതിൻ്റെ പ്രാർത്ഥനയുടെ മേന്മയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതിനുള്ള ഉത്സുകനായ വ്യക്തിയായിരുന്നു ചാക്കോച്ചായൻ. മറ്റൊരു കാര്യം അദ്ദേഹത്തെക്കുറിച്ച് കേട്ട കാര്യം ഇതാണ്, അദ്ദേഹം ഒരു സങ്കീർത്തനങ്ങളുടെ ഒരു വലിയ കൂട്ടുകാരനായിരുന്നു. ബൈബിൾ വായന അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഹോബി എന്ന് നമ്മൾ വിളിക്കുന്നത് ശരിയല്ല, എങ്കിൽ പോലും അദ്ദേഹത്തിന് ബൈബിൾ വായിക്കുന്ന ഒരു വലിയ താല്പര്യമുള്ള കാര്യമായിരുന്നു. ആ ബൈബിൾ തന്നെയാണെങ്കിൽ സങ്കീർത്തനങ്ങളോട് വലിയ പ്രത്യേക താല്പര്യമായിരുന്നു. അപ്പോൾ സങ്കീർത്തനങ്ങളെല്ലാം ഒരുപക്ഷെ അദ്ദേഹത്തിന് മുഴുവൻ തന്നെ കാണാപ്പാഠം ആയിരുന്നു എന്നാണ് കുടുംബാംഗങ്ങളൊക്കെ പറയുന്നത് കേൾക്കാനിടയായത്. മിക്കവാറും കാണാപ്പാഠമാണ്. മാത്രമല്ല അത് സങ്കീർത്തനങ്ങൾ പഠിക്കുവാൻ വേണ്ടി മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കും. പ്രത്യേകിച്ച് ഇവിടെ വാർഡ് കൂട്ടായ്മയുടെ വാർഷികങ്ങളൊക്കെ നടക്കുന്ന അവസരങ്ങളിൽ അദ്ദേഹം കുട്ടികൾക്കും മറ്റുള്ളവർക്കും വേണ്ടിയുമൊക്കെ ചില മത്സരങ്ങൾ, സങ്കീർത്തനങ്ങൾ കാണാതെ പറഞ്ഞാൽ പ്രത്യേക സമ്മാനം, അപ്പം അങ്ങനെയുള്ള സമ്മാനങ്ങളെ കൊടുത്ത് പ്രോത്സാഹിപ്പിച്ച് അങ്ങനെ കൂടുതൽ ദൈവവചനം കാണാതെ പഠിക്കുവാൻ വേണ്ടിയുള്ള പ്രത്യേക പ്രോത്സാഹനം അദ്ദേഹം കൊടുക്കുമായിരുന്നു. അതുകൊണ്ടാവണം ഒരുപക്ഷെ അരക്കളം കുടുംബത്തിലെ പല കുടുംബാംഗങ്ങൾ, പല മക്കളും കൊച്ചുമക്കളും കുടുംബത്തിലെ മറ്റാളുകളുമൊക്കെ ബൈബിൾ പഠനത്തിൽ വലിയ താല്പര്യം കാണിക്കുന്നതായിട്ട് ഞാനും പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനൊക്കെ വലിയൊരു സ്വാധീനം തീർച്ചയായിട്ടും ചാക്കോച്ചായൻ്റെ ഒരു വലിയ താല്പര്യമാണ്, ആ ഒരു മാതൃക, ഒരു പ്രേരണ അതിന് പിന്നിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ സങ്കീർത്തനങ്ങൾ വളരെയധികം വായിക്കുന്നു. അതോടെ മറ്റ് ബൈബിൾ ഭാഗങ്ങളും എല്ലാം എപ്പോഴും വായിച്ച ആ വചനത്തിനനുസരിച്ച് ദൈവവചനം അനുസരിച്ച് തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ അദ്ദേഹം ഒത്തിരിയേറെ ഉത്സുകനാണ്. അതുകൊണ്ടാണ് വളരെ ശാന്തതയോടെ ഈ ലോകത്തിൽ നിന്ന് ഇവിടെ പറഞ്ഞ് അദ്ദേഹം പോകുന്നത് എന്ന് തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഏറ്റവും പ്രധാനമായിട്ട് നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി അദ്ദേഹം ഒത്തിരിയേറെ താല്പര്യപൂർവ്വം പ്രവർത്തിച്ചിരുന്ന ആളാണ്. അദ്ദേഹം ഇവിടെ വന്ന നാൾ മുതൽ ഈ നാട്ടിലേക്ക് നല്ല വഴി ഉണ്ടാവണം, അതുപോലെ കുടിവെള്ളത്തിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം, നല്ല ജീവിത സൗകര്യങ്ങൾ എല്ലാവർക്കും ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ നാട്ടുകാരെ സഹോദര ചുറ്റുപാടുമുള്ള ആളുകളുടെ മുകളിൽ സഹകരിച്ച അതിനുവേണ്ടിയുള്ള പല ശ്രമങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇവിടെ പറയുന്നതിന് മുമ്പ് തന്നെ ഈ വീടിൻ്റെ വാതിലിൽ കൂടെ തന്നെ ടാറിട്ട റോഡ് ഒന്ന് കണ്ട് സന്തോഷത്തോടെ ഇവിടുന്ന് പോകുവാൻ അദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചു എന്നാൽ തീർച്ചയായിട്ടും സന്തോഷത്തോടെ ഓർക്കേണ്ട കാര്യം. അടുത്ത നാളിൽ കുറച്ച് ആളുകളെ ആയുള്ളൂ അങ്ങനെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് തീർച്ചയായിട്ടും അതെല്ലാം അതിൻ്റെ പിന്നിലും നാട്ടുകാരുടെ ഒപ്പം അദ്ദേഹത്തിൻ്റെ വലിയൊരു പങ്ക് ഉണ്ട് എന്ന് തീർച്ചയായിട്ടും നന്ദിപൂർവ്വം നമ്മൾ അനുസ്മരിക്കേണ്ടതായ കാര്യമാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വളരെ ഒരു ദാനധർമ്മിയായ വ്യക്തിയായിട്ടാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഒത്തിരിയേറെ പ്രത്യേകിച്ച് പാവപ്പെട്ടവരുടെ വിഷമിക്കുന്നവരോടൊക്കെ അനുകമ്പാപൂർണ്ണമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ച് തന്നെ കൊണ്ടാവുന്ന വിധത്തിൽ എപ്പോഴും സഹായിക്കുവാൻ
സാമ്പത്തികമായിട്ടും മറ്റെല്ലാ രീതിയിലും ആളുകളെ സഹായിക്കുവാനും ശുശ്രൂഷിക്കുവാനും ഒക്കെ ഉള്ള ഒരു മനസ്സ് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷതയായിട്ട് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു വലിയ മാതൃകകളെല്ലാം അദ്ദേഹം നമ്മുടെ മുമ്പിൽ അവശേഷിപ്പിച്ചിട്ടാണ് കടന്നു പോവുക. പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും വളരെ ഒരു നല്ല സ്നേഹത്തിൻ്റെ ചൈതന്യം ഭാര്യ വിതറിക്കൊണ്ടാണ് അദ്ദേഹം കടന്നു പോവുക. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വേർപാട് നമുക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളും ഈ കുടുംബമായിട്ട് ഏറ്റവും അധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും വളരെയധികം സങ്കടം ഉളവാക്കുന്ന കാര്യമാണ്. പക്ഷെ മാനുഷികമായ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെ സങ്കടം ഉളവാകുന്നുവെങ്കിലും ദൈവത്തിൻ്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം നല്ല രീതിയിൽ ജീവിച്ചു, മാതൃകകൾ നൽകി, നല്ലൊരു യഥാർത്ഥ നല്ല ക്രൈസ്തവ ജീവൻ നയിച്ച ദൈവസ്ഥാനിലേക്ക് അദ്ദേഹത്തിന് ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെല്ലാം പൂർണ്ണ നിർവഹിച്ച 3 മക്കൾ ദൈവം അദ്ദേഹത്തിന് നൽകി. ആ 3 മക്കളെയും നല്ല രീതിയിൽ വളർത്തി വലുതാക്കി അവരെല്ലാം ജീവിതാന്തസ്സുകൾ പ്രവേശിപ്പിച്ചു. കൊച്ചുമക്കളോടും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ടായിരുന്നു. അമേരിക്കയിലൊക്കെ പോയി അദ്ദേഹം തൻ്റെ ഷിബിയുടെ മകളോടൊപ്പം ഒക്കെ ആയിരിക്കുവാനായി അദ്ദേഹം ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരെയും ഒക്കെ സങ്കീർത്തനം പഠിപ്പിക്കുവാനായിട്ട് അദ്ദേഹം വളരെ ഉത്സാഹം കാണിച്ചിട്ടുണ്ടെന്നും കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള വലിയ ബന്ധം കൊച്ചുമക്കളോടും ഒക്കെ ബന്ധം നല്ല രീതിയിൽ നിലനിർത്തുകയും അങ്ങനെ അവരെല്ലാം ദൈവത്തോട് ചേർന്ന് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തൻ്റെ ഉത്തരവാദിത്തങ്ങൾ നന്നായി നിർവഹിച്ച് കടന്നു പോകുമ്പോൾ നമ്മളാരും ദുഃഖിക്കേണ്ട കാര്യമില്ല. നമ്മൾ എന്നായിരുന്നാലും ഈ ലോകത്തിൽ വിട പറഞ്ഞ് പോകേണ്ടവരാണ്. അപ്പോൾ അങ്ങനെ വിട പറഞ്ഞ ദൈവസ്ഥാനത്തിലേക്ക് പോകുന്ന ഈ ചാക്കോച്ചാൻ നമുക്ക് എല്ലാവരും സന്തോഷത്തോടെ യാത്ര ചെയ്യിക്കാം. അവിടെ ദൈവസ്ഥാനത്തിൽ ദൈവത്തോടൊപ്പം സ്വർഗീയ ഗണങ്ങളോടൊപ്പം മാലാഖമാരോടൊപ്പം സന്തോഷത്തോടെ എല്ലാ സ്വർഗീയ സൗഭാഗ്യങ്ങൾ പൂർണ്ണതയിൽ അനുഭവിക്കുവാൻ അദ്ദേഹത്തിന് ഇടയാകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. മാനുഷികമായി തീർച്ചയായിട്ടും എല്ലാവർക്കും അവരുടെ കുറവുകളും വിലക്കേണ്ടതുകളുമൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും കുറവുകൾ വിലക്കേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ അവയെല്ലാം ദൈവസ്ഥാനം ക്ഷമിച്ച് അവിടെ ദൈവസ്ഥാനത്തിലേക്ക് അദ്ദേഹം സ്വീകരിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവരും പ്രാർത്ഥിക്കാം. ഇവിടെ കൂടി എല്ലാവരുടെയും പേരിൽ കുടുംബാംഗങ്ങളുടെ ആത്മാർത്ഥമായ അനുശോചനം രേഖപ്പെടുത്തുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആത്മാവിനോട് കരുണ പ്രാർത്ഥിക്കാം. സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതിലുമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായേ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ആത്മാവിനെ നിത്യാനന്ദത്തിന് തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കുന്നതിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ അമൂല്യമായ രക്തം ചിന്തിച്ച ആത്മാവിന് അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്നതിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. തിരുവത്താന വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയെ ശ്രവണാമൃതാഞ്ജലിമിശിഹായേ, വിദുസിന്റെ മുഖത്തിന്റെ പ്രകൃതിയാൽ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സുഖരാജ്ഞവാശാക്കുകയും ചെയ്യണമെന്നതിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസനവനത്തിലെ സ്വയങ്ങളുടെ മിശിഹായേ, കരയുന്നവരുടെ കണ്ണീർ തുടങ്ങിയവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്നതിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗണാതനെയും പാഴ്വൃക്കനുമായ മിശിഹായേ, നിന്റെ ദാസന്റെ പാഴ്വൃക്കയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്നതിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വസ്ഥിതികളും ആദിജാതനും യുവതിക്കെല്ലാം ഏകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സദൈവത്തിലുള്ള സദൈവവും പിതാവിനോടുകൂടി സത്യമാകുന്നു. അവിടുന്ന് വഴി സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിലിറങ്ങി പരിശുദ്ധാത്മാവിനാൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. കാലത്ത് സഹിക്കുകയും സ്നേഹമായി തനിക്കൂടെ മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും ഭരിക്കുവാൻ അവിടുന്ന് വരുവാനിരിക്കുന്നു. പിതാവിൽ പുറപ്പെടുന്ന സത്യാത്മാവും ജീവനാഥവുമായ ഈ പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാർവത്രികമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലെ മാമോദീസയും ശരീരത്തിന്റെ ഈർപ്പം നിത്യായുസ്സുകളെ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരാ.
കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുദർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മനത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി എന്നയിക്കും. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാലി എന്തിനു കരയുന്നു, വ്യാകുലമാനസനായി എന്തിനു നീറുന്നു. തിരമാലകളാൽ തിങ്ങിമറി ഇളകും കടൽ പോലെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാലി കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാലി കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലോണം യുദ്ധം ചെയ്ത് ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ പടിയെ എണീക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. സ്നേഹമുള്ളവരെയും ഭവനത്തിലെ സുരക്ഷകൾ സമാപിച്ചിരിക്കുകയാണ്. നമ്മൾ ഈ ജന്മം വെടിയുമ്പോൾ എൻ യാവേ നിന്നിൽ ഞാൻ ശാന്തമായി ചേർന്നിടും, പുഴക്കടലിൽ ചേരും പോൽ. മാലാഖമാരെന്നെ എതിരേൽക്കുവാനണയും. ഈ ചിന്തകളാൽ കണ്ണീരാറ്റിടുവിൻ. എൻ സ്നേഹം നിങ്ങൾ തൻ കൂടെ വസിക്കും പ്രിയരേ. ഇല്ലൊന്നും കൂടെയെടുപ്പതിനാ നാം ചെയ്യും നന്മകളല്ലാതെ പൊന്നും പണവും വെറുതെയല്ലോ സ്വർഗീയ വീട്ടിൽ. ഓർക്കുക എൻ പ്രിയ
കർത്താവേ നിന്നിൽ ഞാൻ ശാന്തമായി ചേർന്നിടും പുഴക്കടലിൽ ചേരും പോൽ. എൻ പേർക്കായി ക്രൂശിതനായവനേ, എന്നരുതേ എന്നുടെ തിന്മകളേ, അറിവോടെയും അറിവില്ലാതെയുമായി. ചായൻ്റെ മക്കളെ, കുടുംബാംഗങ്ങളെ, സഹോദരങ്ങളെ, 80 വർഷം നമ്മോടുകൂടി ജീവിച്ച് സ്വർഗീയ പിതാവിൻ്റെ ഭവനത്തിലേക്ക് യാത്രയാകുന്ന ചായൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മാമോദീസായിലൂടെയും മറ്റു കൂദാശകളിലൂടെയും ഒക്കെ ലഭിച്ച അനുഗ്രഹം കുടുംബത്തിനും മക്കൾക്കും സഹോദരങ്ങൾക്കുമെല്ലാം പങ്കുവെച്ച് അനുഗ്രഹത്തിൻ്റെ അടയാളമായി ജീവിച്ച് കടന്നു പോവുകയാണ്. 17-ാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്: പിതാവേ, ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി അങ്ങനെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കി, ആകയാൽ അങ്ങേ പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ എന്ന്. വിവാഹം എന്ന കൂദാശയിലൂടെ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ജീവിത പങ്കാളിയെ സ്നേഹിച്ച് ദൈവിക മഹത്വം പ്രിയപ്പെട്ട ഭാര്യയുമായി പങ്കുവെച്ച് ദൈവം നൽകിയ മക്കളെയും ദൈവസ്നേഹത്തിൽ, സഹോദര സ്നേഹത്തിൽ വളർത്തി നല്ല വിദ്യാഭ്യാസം നൽകി ഉന്നതമായ നിലയിലേക്ക് അവരെ കൈപിടിച്ച് നടത്തി മക്കൾക്കും കൊച്ചുമക്കൾക്കും സഹോദരങ്ങൾക്കും ഇടവകയിലെ കൂട്ടായ്മയിലുമെല്ലാം മഹത്വത്തിൻ്റെ അടയാളമായിട്ടാണ് അച്ചായൻ വ്യാപരിച്ചത്. അച്ചായനായിരുന്ന കൂട്ടായ്മയുടെ കാര്യങ്ങൾ നോക്കുന്ന ലീഡറായിട്ടും കുറേ നാളുകൾ അച്ചായൻ ശുശ്രൂഷിച്ചിരുന്നു. ശാരീരികമായ ബുദ്ധിമുട്ടും വാർദ്ധക്യത്തിൻ്റെതായ ബുദ്ധിമുട്ടുമൊക്കെ നിമിത്തമാണ് പിന്നീട് ആ ചുമതല മാറിയത്. കുർബാനയ്ക്ക് ദേവാലയത്തിൽ വരികയും സെമിത്തേരിയിൽ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷം പള്ളിമുറിയിൽ വന്ന് വൈദികരുടെ ക്ഷേമം അന്വേഷിച്ച് ആശംസകളും പ്രാർത്ഥനകളൊക്കെ നേർന്ന വൈദികരുമായിട്ടൊക്കെ ഒരു നല്ല ബന്ധം പുലർത്തി ജീവിച്ച അച്ചാച്ചനാണ്. ഇടവകയ്ക്കും സമൂഹത്തിനും നമ്മുടെ കൂട്ടായ്മയ്ക്കും ഒക്കെ അച്ചായൻ ചെയ്ത സേവനത്തെ നന്ദിയോടെ ഓർക്കാം. പാവന സ്മരണയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാം. അച്ചായൻ്റെ വേർപാട് ദുഃഖാർത്തരായിരിക്കുന്ന അമ്മച്ചിയുണ്ട്, അതുപോലെ തന്നെ മക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്, സഹോദരങ്ങൾ, സിസ്റ്റേഴ്സുണ്ട്. എല്ലാവർക്കും, കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും അനുശോചനവും പ്രാർത്ഥനയും നേരുന്നു. സ്വർഗീയ മഹത്വത്തിൽ കർത്താവെ അച്ചായൻ്റെ ആത്മാവിനെ സ്വീകരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മളെ ഓരോരുത്തരെയും കർത്താവായ ദൈവം അനുഗ്രഹിക്കട്ടെ. എപ്പോൾ ഞാൻ സന്തോഷിച്ചു അണയുന്നീശോ മൃതരാമകിലർക്കും ജീവനും അതുപോൽ ശരണവും അരുളിടാം. അവൻ ശബ്ദമുയർത്തി ശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ വിളരും മൃതരുടെ എഴുന്നേൽക്കും. ദൈവത്തിൽ ആനന്ദിക്കും അഭയം കുരിശിൽ കണ്ടവൻ അവസാനം വിജയുടെ നാളിൽ കൈവരുമാനന്ദം. നീതിമാന്മാർക്കന്ധകാരത്തിൽ പ്രകാശമുദിച്ചു മേഘത്തെ നാഥനെഴുന്നള്ളും മൃതരെ വിളിക്കും ജീവനവർക്കേകും. വിശുദ്ധ പ്രകാശമുദിച്ചു പ്രഭയിൽ
ജീവന്റെ പുത്രന്റെ ദൈവം ഇയാളുടെ പേരിടുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉത്ഥാനം പ്രതീക്ഷ കഴിഞ്ഞ മരിച്ചവരെ ഉയർപ്പിക്കാനായി എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെ ഭൂമിയുടെ രാജാവാകുന്നു. ജീവന്റെ മരണത്തിന്റെ നാശം പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. നിന്റെ പൈതൃകമായ പരിപാലനെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വമണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ദൈവത്തിന്റെ പൗരവേ, ഞാൻ നിന്നോട് യാത്ര പറയും. മാമോദീസായെ വിശദീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു ആത്മാവിൽ കൃപാവരം ചെയ്യുകയും ചെയ്ത് പ്രിയപ്പെട്ട ദൈവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മാവിന് പോഷണം നൽകുകയും നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളുടെ പോകുന്നുവെങ്കിലും എന്റെ സ്നേഹം നിങ്ങളോട് സഹോദരനെ നമ്മെ സൃഷ്ടിക്കുകയും മരണവിധേയരാക്കുകയും മരണശേഷം ഉയർപ്പിക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവരാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതമിടയിൽ ഓർത്തോർത്തിനെയും നൈരാശ്യമുടെ വിലപിക്കരുതേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി വിട്ടെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് നിന്റെ ദീപപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സോപ്പാ കൊണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. അതിലെന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്നേക്കും ആമേൻ. കൊടിയാവുന്നു, കൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്നടിച്ചത് സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം തന്റെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്നോർത്തുകൊള്ളുക. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു.
മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ. പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. നെറുകയിലൊടുവിൽ മുത്തുമ്പോൾ കരയരുതേ, നീ പിടയരുതേ. മൃതിതൻ പടികൾ കയറുമ്പോൾ തുണതരണേ നിൻ പ്രാർത്ഥനയാ. സ്മൃതികളിലെന്നെ ചേർക്കേണേ ഒരു പിടി മണ്ണിൽ പൊതിയുമ്പോൾ. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. സ്നേഹം തന്നോരൻ പ്രിയരെ ദേഹം വെടിയും നേരത്ത് മിശിഹ തന്നുടെ നാമത്തിൽ നന്ദി പറഞ്ഞു മടങ്ങട്ടെ. നന്ദി പറഞ്ഞു മടങ്ങട്ടെ. നന്ദി പറഞ്ഞു മടങ്ങട്ടെ. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ. പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. നെറുകയിലൊടുവിൽ മുത്തുമ്പോൾ കരയരുതേ, നീ പിടയരുതേ. മൃതിതൻ പടികൾ കയറുമ്പോൾ തുണതരണേ നിൻ പ്രാർത്ഥനയാൽ. സ്മൃതികളിലെന്നെ ചേർക്കേണേ ഒരു പിടി മണ്ണിൽ പൊതിയുമ്പോൾ. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ. പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി.
ലോകം മുഴുവന്റെ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ, ഞങ്ങളുടെ മേൽ, ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ, ഞങ്ങളുടെ മേൽ, ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ, ഞങ്ങളുടെ മേൽ, ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ, ഞങ്ങളുടെ മേൽ, ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ, ഞങ്ങളുടെ മേൽ, ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ, ഞങ്ങളുടെ മേൽ, ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തിന്നും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനും നൽകി സ്വർഗരാജ്യമാനോർത്തത്തേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വേർപെട്ടു പോയ മിശിഹായുടെ മൗതിക ശരീരത്തിൽ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃദു സംസ്കാരത്തിൽ സഹകരിച്ച് ഞങ്ങളുടെ ഈ സഹോദരനെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ
നാം ചേരും ദൈവസ്തുതികളാൽ സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതി